മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, നമ്മുടെ അല്ല എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണുന്നത്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അന്നത്തെ ഒരു എങ്ങനെയാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ അലാം അടിക്കുന്നത് 5:30 മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് അത് ഏകദേശം ഒരു 5:30, 5:45, 6 മണി, 6:15, 6 ഇങ്ങനെ ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 മണിയാകുമ്പോഴാണ് ഞാനിന്ന് കിച്ചണിൽ വന്നിട്ടുള്ളത്. കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും 6 മണിയായി. പിന്നെ ഞാൻ വേഗം പിന്നെ ഇന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു മുട്ടക്കറി ഉണ്ടാക്കണം, പിന്നെ അതിൽ കോമ്പിനേഷനായിട്ടുള്ളത് പത്തിരിയാണ് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, റെഡിമെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഈ ഒരു സമയത്ത് എനിക്ക് വന്നത് കേട്ടോ. ഇപ്പോൾ ഇത് 6:15 കഴിഞ്ഞു. ഈ സമയത്താണ് ഞാൻ മോളിനെ വിളിക്കാൻ പോകട്ടെ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റത്തെ വിളിയാണ്. 2-3 വട്ടം പോയി വിളിച്ചാലേ ഞാൻ ബെഡിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് പോയി വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ 3 മിനിറ്റ്സ് അവൾക്ക് വേണം. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും നമ്മുടെ മുട്ടക്കറിയിലേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ പട്ടയുടെ ഇല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പട്ടയുടെ ഇല, പെരുംജീരകം, പിന്നെ 2 ഗ്രാമ്പു ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മളിത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഉരൽ കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കണതാണ് കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ചില സമയത്ത് ഇങ്ങനെ ഓൾറെഡിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഇതുപോലെ എനിക്ക് ചെയ്യുന്നത് കുറച്ചും ടേസ്റ്റ് കൂടുതൽ വേണം തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുത്ത വിളിക്ക് വേണ്ടി പോയിട്ടുണ്ട്. ഈ വിളിയിൽ എന്തായാലും അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള വിളിക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് തക്കാളിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ മോൾ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവൾ ടർക്കി ഞാനിതാ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അവൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി കേട്ടോ. സോഫയിൽ പുതപ്പും കൂടിയിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് തേങ്ങാപ്പാലിനുള്ള തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ഓവനിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതും അങ്ങനെ ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്കിത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾ മസാലയാണ് കേട്ടോ. അപ്പോൾ അതും ഒരു 1 ടീസ്പൂണോളം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ മസാലയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് പോയി മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിത് തേങ്ങാപ്പാലും കൂടിയും അടിച്ചെടുത്തിട്ട് അതും ഒന്ന് ഒഴിക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം പകുതി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ജസ്റ്റ് അതിൻ്റെ ആ വെള്ളം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ പിടിച്ചോളും. ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് അതും ഒന്ന് വെക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അതും ക്ലിയർ ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രെഡ് ബെറീസ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മുടെ കറിയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കറിയൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനിയിപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവളിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിതേ മുടി ഒക്കെ പിൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ രണ്ടും കൂടിയാണ് നടക്കും. പിന്നെ കാരണം ആ സമയത്താണ് ഒരു സ്കൂളിൽ പോകണേക്കാട്ടും ഒരു 45 മിനിറ്റ്സ് മുന്നെയാണ് എഴുന്നേൽക്കുന്നത് തന്നെ. പിന്നെ കുളിയും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആകെ 15 മിനിറ്റ്സ് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ചായയുടെയും കഴിയണം, പിന്നെ ഈ പരിപാടിയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ അവളല്ലാതെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം.
അപ്പോൾ ഇന്ന് പത്തിരി തന്നെയാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. ഇങ്ങനത്തെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ മാത്രം മാറ്റി പിടിക്കും. അപ്പോൾ പത്തിരി ഞാൻ ആദ്യം നമ്മുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്തിട്ട് കറി വേറെ സെപ്പറേറ്റ് വെക്കാമെന്നായിട്ട് പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ അവൾ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, പത്തിരിയിൽ തന്നെ കറി ഒഴിച്ചിട്ട് ഒന്ന് കുതിർന്നിട്ട്, അതുപോലെ കോഴിമുട്ടയുടെ മഞ്ഞയാണ് അവൾ കൂടുതൽ ഇഷ്ടം, അപ്പോൾ മഞ്ഞ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി യോക്ക് ഞാൻ അവൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞ കേട്ടോ, ഉണ്ണി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് മാംഗോയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാംഗോ ആണ് അവൾ കൂടുതൽ ഇഷ്ടം. ആപ്പിളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് കറുപ്പ് നിറം വരും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയില്ല. ഞാൻ പിന്നെ വിനാഗിരിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു വരാതിരിക്കാനൊരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആപ്പിളിൻ്റെ ഗുണം പോലെ ഇരിക്കട്ടെ അതിൻ്റെ കളർ മാറുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പൊടി പോലത്തെ ഒരു ആപ്പിളാണെങ്കിൽ പെട്ടെന്ന് നാശാവുന്ന പോലെ ഫീൽ ആയിട്ടുണ്ട്. പിന്നെ ചില ആപ്പിളുണ്ട് നല്ല ഉറപ്പുള്ള, അതാണെങ്കിൽ കുഴപ്പമില്ല, അവൾ കഴിച്ചോളും. അവൾക്കിങ്ങനെ പൊടി പോലെ ആവുന്ന ആപ്പിൾ തീരെ ഇഷ്ടമല്ല. അങ്ങനത്തെ അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി അവർ സ്കൂളിലേക്ക് വിടുകയാണ്. മോൻക്ക് ഇന്ന് ക്ലാസ്സില്ല, അപ്പോൾ അതുകൊണ്ട് അവൻ പോകണില്ല കേട്ടോ. അപ്പം ഇനി അവരുടെ സ്കൂൾ വിടണം ബാക്കിയുള്ള നമ്മുടെ പരിപാടികൾക്കൊക്കെ നോക്കാൻ. അങ്ങനെ മോൾ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ഹസ്ബൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് ചായയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഇതാ ഒരു കാൽ ചായയാണ്, അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ എനിക്കുള്ള കട്ടൻ ചായ ഞാൻ റെഡിയാക്കി, പിന്നെ ഹസ്ബൻഡ് പാൽ ചായയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് ഞാൻ ഇന്നലെ പുതിയത് വാങ്ങിച്ചതാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു രസമല്ലേ. അങ്ങനെ ഞാൻ ചായ ആയിട്ടും എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒരു 1/4 മണിക്കൂറോളം അതിന് വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മെയിൽ ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പാൽ ചായ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഞാൻ കൊടുക്കുന്നത് കുറച്ചും വലിയ കപ്പിലാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പോൾ പുതിയ കപ്പല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് പറ്റുമോ പറ്റില്ലെന്ന് അറിയില്ല, പക്ഷെ പറ്റിയില്ല. കാരണം ആൾക്കൊരു കപ്പുണ്ട്, ആ കപ്പിനെ ചായ കുടിച്ചാൽ തൃപ്തിയാവുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു നാളെ മുതൽ എനിക്ക് കപ്പിൽ വേണ്ട, ഇന്ന് ഞാൻ എന്തായാലും ഇതിൽ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചായ കുടി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇതൊരു 9 മണിയാകുമ്പോൾ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു 10 മണി വരെ ഒന്ന് കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിന്നെ എന്താ പറയുക, ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ, പൊടിക്കാറ്റ് ഉണ്ടായിട്ടൊന്നും നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ചൂടായതിനു ശേഷം രാത്രിയാണ് ഡ്രസ്സ് കഴുകിയിട്ട് തോരയിടുക കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും എടുക്കാം. പക്ഷേ ഇന്നത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി കുറച്ച് പേരും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പം ഞാൻ പെരുന്നാളിനുള്ള മെയിലാഞ്ചി കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി നഖത്തിലിട്ട് കഴിഞ്ഞു, ഇനി കയ്യിലിടാനുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ അതാ ഇവിടെയൊക്കെ ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ശരിക്ക് അടിച്ച് കഴുകണം, വെള്ളം കൊണ്ട് അടിച്ച് കഴുകാനുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാകുമ്പോഴത്തേനും നല്ല വെയിൽ വന്നു. പിന്നെ ഈ വെയിലത്തോടെ നിന്നാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചാൽ വൈകിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ലഞ്ച് പരിപാടിക്കൊക്കെ പോവാണ് കേട്ടോ.
അങ്ങനെ പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേനും അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കുന്നുണ്ട്. ഇനി ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആയി കാണും. അപ്പോൾ അതുകൊണ്ട് വേഗം നമുക്ക് കുറച്ച് പത്തിരിയും മുട്ടക്കറിയും പിന്നെ എന്താ പറയുക അതൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് മുട്ട വെള്ളം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ മഞ്ഞയൊക്കെ ഞാൻ മോൾക്ക് കൊടുത്തല്ലോ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. എന്തായാലും നോക്കി വെക്കാം. കാരണം കുറച്ച് കാലമായിട്ട് എനിക്ക് മുട്ടയുടെ അലർജി ഇല്ല, പക്ഷേ വീണ്ടും ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് കഴിച്ചത്. അലർജി മാറിയെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ സ്ഥിരം മുട്ട കഴിക്കാറൊന്നുമില്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒന്ന് കണ്ടൊക്കെ കഴിക്കണം തോന്നി. അങ്ങനെ അരിയൊക്കെ തിളച്ച് ഞാനത് ഹോട്ട് പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനവിടെ ഇരുന്ന് ആയിക്കോളൂ, നമുക്ക് ഞാൻ ഭാഗം തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നന്നായിട്ട് ഞാൻ വേർത്തതിൻ്റെ ഒരു വിധമായിട്ട് ഒരു ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് തണുപ്പത്തൊക്കെ ഒന്ന് ഇരിക്കാം. അപ്പോൾ ഈ സമയം ഞാൻ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ എനിക്കിത് ഇവരുടെ ഈ പുത്തൂറ്റ് ഫാമിലിയുടെ വ്ളോഗാണ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ട്രാവൽ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കാണാം. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ 33 ഡിഗ്രിയാണ് ചൂട് കാണിക്കുന്നത്. പിന്നെ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ 56% ഉണ്ട്. നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തണുപ്പിച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ പാത്രങ്ങളും കുറച്ചധികം തന്നെ ഉച്ചകാലത്തെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴുകുന്നതിന് ഇടയ്ക്കാണ് ഹസ്ബൻഡ് പറഞ്ഞൊന്ന് പുറത്ത് പോകാണ്ട് ഉണ്ടെങ്കിൽ വായു പെരുന്നാൾക്ക് വല്ലതും വാങ്ങിക്കാനേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് എവരിഡേയിലാണ് കേട്ടോ. എവരിഡേ എന്ന് പറയുന്നത് നമ്മുടെ റാസൽ ഗെയിമിലുള്ള നല്ലൊരു അടിപൊളി ഷോപ്പാണ്. അവിടെ കുറേ ഐറ്റംസ് ഡിസ്കൗണ്ടിനൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ പെരുന്നാളായപ്പോൾ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് വന്നത് എനിക്ക് 2-3 ചവിട്ട് വേണമായിരുന്നു. 2 ബാത്റൂം മാറ്റും, അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിലിടാൻ പറ്റിയ ടൈപ്പും. അപ്പോൾ ഫ്രണ്ട് ഡോറിലിടാൻ പറ്റിയ അങ്ങനെ കാണുന്നില്ല. ഇവിടെ എസ്പെഷ്യലി നല്ല ചൂടായതുകൊണ്ട് അത്രയും നല്ല ഉറപ്പുള്ളതും ക്വാളിറ്റി ഉള്ളതും വേണം പുറത്തിടണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വേഗം വന്നിട്ട് ഉച്ചക്കൽക്കുള്ള മീൻ കറിയും വെച്ചു. അപ്പോൾ മത്തി മുളകിട്ടതാണ് വെക്കുന്നത്. ഞങ്ങൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കാൻ വെച്ചു. പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പാന്, ഗ്രിൽ പാന്. ഇതിന് അത്ര വലിയ റേറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു 20 ദിർഹംസിൻ്റെ അടിയിലാണ് തോന്നുന്നു, 15 ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചപ്പോൾ അതിന് എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് വെയിലുള്ളിച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാമെന്നുള്ളത്. പിന്നെ ഈ ഒരു തടുക്കാ പാനും വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളതാണെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് പോവും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ മറ്റൊന്ന് നാശവും ചെയ്തു. പിന്നെ ഞാനവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 ചവിട്ടിയും പിന്നെ സമ്മറിനൊക്കെ ഇടാൻ പറ്റിയ 2 നൈറ്റീസും വാങ്ങിച്ചു. പിന്നെ 2 ലെഗിങ്സ് അല്ല, ജസ്റ്റ് ഒരു നമ്മുടെ നൈറ്റ് ഡ്രസ്സിലൊക്കെ ഇടാൻ പറ്റിയ പാൻറ്റ്, അതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോഫയിലേക്ക്. അപ്പോൾ പെരുന്നാളല്ല, കുഷനൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിച്ചപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 അങ്ങനെ പുതിയത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത മീൻ മത്തിയും പിന്നെ ബറക്കോട എന്നുള്ളൊരു മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മത്തി എടുത്തിട്ട് അതുപോലെ പിന്നെ തലേദിവസം കായം പരട്ടി വെച്ച ആവോലിയും കൂടി ഞാൻ പൊരിച്ചു. അപ്പോൾ പിന്നെ സാമ്പാറുണ്ടായിരുന്നു തലേദിവസത്തെ, അതും ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ളത് മീൻകറിയും പിന്നെ കുറച്ച് പയറുപ്പേരി ഉണ്ട് കേട്ടോ. മീൻ ഫ്രൈ അതുപോലെ തന്നെ സാമ്പാറും ഇതൊക്കെയാണ്. അതിന് ശേഷം ഞാൻ കുളിച്ച് വന്ന് കഴിഞ്ഞു. പിന്നെ എൻ്റെ ചെറിയൊരു സ്കിൻ കെയറാണ്, വലുതായിട്ടൊന്നുമല്ല കേട്ടോ. അതായത് എൻ്റെ മോളുണ്ടായതിനു ശേഷം, അതായത് മക്കളുണ്ടായതിനു ശേഷം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അവരുടെ ക്രീം തന്നെയായിരിക്കും. ബേബി ക്രീം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ മോൾക്ക് ഞാനിപ്പോൾ സെബാമേഡിൻ്റെ ക്രീമാണ് ഉപയോഗിക്കുന്നത്. ബേബിയൊന്നുമല്ല, എന്നാലും ആ ഒരു ക്രീം തന്നെയാണ് ആൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ ഉപയോഗിക്കും. പിന്നെ ചീച്ചി കണ്ടില്ല സ്പ്രേ നിങ്ങൾ, അത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റു തരുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ. ഞാൻ തീരെ മറക്കില്ല അതിൻ്റെ മണം. അപ്പോൾ അത് തന്നെ കൂടുതൽ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബോഡി സ്പ്രേ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു, ചോറുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും ആദ്യം ഇരുന്നു കേട്ടോ. അപ്പോൾ മക്കളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ ചോറിനറിയാം. അവർ വരിക തന്നെ 2:30 ആകും വീട്ടിലെത്താൻ. പിന്നെയും അവരുടെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഏകദേശം ഒരു 3 മണിയൊക്കെ ആകും അവർ ചോറിനാനിരിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ അവരെ കൊടുന്ന പിക്ക് ചെയ്ത് വന്ന ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കും. മോനിപ്പോൾ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. അതായത് ബൗളിൽ ഇങ്ങനെ ചോറിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ലെയറാക്കിയിട്ട് ചോറും കറിയും ഉപ്പേരിയും പപ്പടും അങ്ങനെയൊക്കെ ലെയറാക്കിയിട്ട് ഒരു ബൗളിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയിട്ട് കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം.
അപ്പോൾ അവളാണെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ എത്ര ചോറ് കൊടുത്താലും എല്ലാണ്ട് ഇഷ്ടത്തോളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഞാൻ മൊത്തം കഴിക്കും. സ്റ്റെപ്പാട്ടോ എത്തിച്ചേട്ടോ. എളുപ്പക്കൂട്ട് ഭയങ്കര ഇഷ്ടമല്ലേ, അതിലേക്ക് മാങ്ങ വെച്ചിട്ടൊക്കെ. ഇങ്ങനെ തന്നെ ഞാൻ മൊത്തം കഴിക്കും. അതാണ് ബൗള് ചേച്ചിൻ്റെ പ്രത്യേകത. ബൗളുണ്ടെങ്കിൽ മൊത്തം ചോറ് കഴിക്കും. അതുപോലെ കുറെ കഴിക്കും. അങ്ങനെ ചോറിനെല്ലൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട സോഫയിൽ കുറേ തുണി മടക്കാനുണ്ട്. അപ്പം ഇതൊക്കെ വൈകുന്നേരം വേണം മടക്കാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോയി ഒന്ന് ചെറുതായിട്ടൊരു ഉച്ചമയക്കുണ്ട്. ചെറുതായിട്ട് അത്യാവശ്യം വൈകുന്നേരം ഏകദേശം 2 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതോട് കൂടിയിട്ട് വ്ളോഗ് നിർത്തണം വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന സമയമൊക്കെ മോള് പറഞ്ഞു കാടമുട്ട ഇരിക്കണ്ടല്ലോ ഒന്ന് ഫ്രൈ ചെയ്ത് തരുമെന്ന് വെച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് മസാല പോലെ ആക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ ഒരു മസാല ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ടയും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതാക്കിയെടുക്കുക. അപ്പോൾ അതേ കാടമുട്ട ഫ്രൈ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കാടമുട്ട ഞാൻ കഴിക്കും, പക്ഷേ എൻ്റെ മസാല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിച്ച് നോക്കുമ്പോൾ അവർക്കും അവിടെ ഇഷ്ടമായി. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ വൈകുന്നേരം നമ്മുടെ ചായയോട് കഴിഞ്ഞിട്ട് എൻ്റെ വ്ളോഗ് ഇന്നത്തോടെ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇത് ഞാൻ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ വളരെ ലെങ്ത്തായി പോകും. പിന്നെ ഡിന്നർ ഉണ്ടാക്കണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കുക, മോളുടെ കുറേ കാര്യങ്ങൾ അതൊക്കെ നോക്കുക. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം കേട്ടോ. നൈറ്റ് ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.